തിലോദകം നമുക്ക് ഉടനെ ഇലയുടെ അംശമാകാൻ ആയിരം തിലോദകം അക്ഷത നമുക്ക് ചുറ്റിച്ചു സമർപ്പിക്കാൻ കൈവെള്ളത്തിൽ നനച്ചു ജലം തിലോദകം അക്ഷത നമുക്ക് കൊടുക്കും തതുപരി തിലോദകം നമുക്ക് മരണം അതാർക്കാ എപ്പോഴാ സംഭവിക്കാന്ന് ആർക്കാ പറയാൻ കഴിയുക? സത്യത്തിൽ എന്താ സംഭവിച്ചത്? ബസ് കാത്തു നിന്നതാ. രാത്രിയിൽ ഏതോ ഒരു ബസ് വന്നപ്പോൾ കയ്യും കാണിച്ചു. ഡ്രൈവർക്ക് ബ്രേക്ക് കിട്ടിയില്ലെന്നോ? ആ എന്താ പറയുക, ബസ് കയറി ഇറങ്ങിപ്പോയി. ആൾ ആ സ്പോട്ടിൽ തീർന്നു. ഓ, വലിയ കഷ്ടമായി പോയല്ലേ. പക്ഷേ എന്താ ഒരു പക്ഷേ? ഏയ് അത് പോട്ടെ. എന്താ മാഷേ? ഓ ഒന്നുമില്ലെന്നേ, ആളുകൾ ഓരോന്ന് പറയുന്നുണ്ടേ. അതെന്താ? അല്ല, ഈ മരിച്ചുപോയ വാസുവിനെ പലരും രാത്രിയിൽ ഈ ബസ് സ്റ്റോപ്പിൽ കണ്ടത്രേ. രാത്രി പോകുന്ന വണ്ടിക്കൊക്കെ പുള്ളി ലിഫ്റ്റ് ചോദിക്കുമെന്നാ സംസാരം. ആദ്യമൊന്നും ഞാനും അത്ര വിശ്വസിച്ചില്ല. പക്ഷേ ഒന്ന് പറയൂ മാഷേ. എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന അലിയാർ മാഷെ നീ അറിയില്ലേ? അറിയും. അദ്ദേഹം പഠിപ്പും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ലല്ലോ. പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം രാത്രി സൈക്കിളും ചവിട്ടി വരുന്ന നേരം ഈ വാസു അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന് ലിഫ്റ്റ് ചോദിച്ചത്രേ. പുള്ളിക്കാരൻ നിർത്താതെ വേഗം വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തിക്കോ മോനെ എന്ന് പറഞ്ഞ് ആരോ ഒരാൾ തോളിൽ പിടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ മരിച്ചുപോയ വാസു കാരിയറിലിരിക്കുന്നു. ഇപ്പതാ കണ്ടില്ലേ, കിടന്ന കടപ്പാ, മിണ്ടാട്ടം പോലുമില്ല. സതീശ, എനിക്ക് ക്ലാസ്സിന് സമയമായി, ഞാൻ പോകുന്നു. സതീശ, രാത്രി കാലങ്ങളിൽ ആ ഭാഗത്തുള്ള ഓട്ടം നാം പറ്റുമെങ്കിൽ ഒഴിവാക്കുകയാണ് നല്ലത്. അഥവാ പോകേണ്ടി വന്നാലും ആ ഭാഗത്തുള്ള ആരെയും ഓട്ടോയിൽ കയറ്റണ്ട. വല്ലതും പറ്റിക്കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ജോസേട്ടാ, സാധനം തീർന്നോ? സതീഷ്, എല്ലാം തീർന്നല്ലോ. മണി 12 ഓ, എന്നാ സാരമില്ല, വീട്ടിലെന്തെങ്കിലും കാണും. നീ എന്താ എത്ര വഴി? ഒരു റെയിൽവേ സ്റ്റേഷൻ ഓട്ടം കിട്ടിയേ, തിരിച്ചു തന്നെ വഴിയാ. എന്നാ ശരി ചേട്ടാ, ഞാൻ പോട്ടെ. എടാ സതീഷ, സൂക്ഷിച്ചു പോ, ആ സ്ഥലം അത്ര നല്ലതല്ല. അവന്റെ ഒരു സമ്മേളനം എനിക്കെതിരെ അച്ചടക്കടയോടെ ചെറുക്കന്മാരാ പാർട്ടി വരിക്കുന്നത്. വർഷം 35 കഴിഞ്ഞ് ഞാൻ നിൽക്കാതിടാൻ തുടങ്ങി. എന്നോട് എന്താ എനിക്ക് മാത്രം ഒന്നും ചെയ്യാൻ പാടില്ലേ? ഇപ്പൊ ചെയ്തതിന്റെ 10 ഇരട്ടി ഞാൻ ഇനിയും ചെയ്യും. ആരാ ചോദിക്കണെന്ന് ഞാൻ കാണട്ടെ. ഇന്നത്തെ സമ്മേളനം ഞാൻ ബഹിഷ്കരിച്ച പോലെ ഇനി വരുന്ന ലേസം കമ്മിറ്റി ഞാൻ കുളമാക്കും. എന്നോടാ കളി. അധികം താമസിക്കാതെ ഇയാളെയും അവന്മാര് ബഹിഷ്കരിക്കും. കറക്റ്റ് സഹാവേ, കറക്റ്റ്. സാറ് അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കും. അപ്പോ സാറെങ്ങനെ പോകുന്നേ? ഓ, ഞാൻ വല്ല ഓട്ടോയും കിട്ടുന്നു.
ശരി, ഓക്കേ. ഗുഡ് നൈറ്റ്. എടാ സൂക്ഷിച്ച് പോണേ, ആ റോഡെല്ലാം കുത്തിപ്പൊളിച്ചിട്ടേക്കാണ്. നീ ഏതെങ്കിലും കുഴിയിൽ വീഴാതെ പോ. ആദ്യം താൻ കുഴിയിൽ വീണ് ചാവാതിരിക്കാൻ നോക്കണം, തെണ്ടി പട്ടി. ഈ മരിച്ചുപോയ വാസുവിനെ പലരും രാത്രിയിൽ ഈ ബസ് സ്റ്റോപ്പിൽ കണ്ടെത്തണേ. രാത്രി പോകുന്ന വണ്ടിക്കൊക്കെ പുള്ളി ലിഫ്റ്റ് ചോദിക്കുമെന്നാ സംസാരം. അമ്മ രക്ഷോട്ട്. നിർത്തിക്കോ മോനെ. ഇപ്പതാ കണ്ടില്ലേ, കിടന്ന കടപ്പാ, മിണ്ടാട്ടം പോലും ഇല്ല.